ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോയയുടെ റെസിപ്പിയാണ്. സോയ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയ റോസ്റ്റ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ സോയ റോസ്റ്റ് അതല്ലെങ്കിൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് സോയ ചങ്ക്സ് ആണ്. ഞാനിവിടെ വലിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്കിത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5-6 മിനിറ്റ് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഒരു 5-6 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. സോയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്തിട്ട് ഇത് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിന്റെ ബാഡ് സ്മെല്ലങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഞാൻ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഹീറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോയയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെയൊക്കെ എടുക്കാം. ഇനി ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതുമല്ലെങ്കിൽ പേസ്റ്റ്, അതുമല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. അപ്പം നിങ്ങളിത് അരിഞ്ഞിടുവാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്താൽ മതി. ഇനി നമ്മുടെ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ കുറച്ച് വെക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുത്തണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറണം. 1 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം.
അപ്പൊ ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയും സോയ ചങ്ക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് കുറവുണ്ട്. ഒരു 4-5 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇപ്പൊ ഒരു 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ ഇനി ഇതിലേക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കണില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സോയ റോസ്റ്റ് എടുക്കുന്നത്. അതാ നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഈ ഓഫ് ചെയ്യണേ. അപ്പൊ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.